വലിക്കാൻ സഹായിക്കണത് നല്ല കനണ്ടത്. എന്തേട്ടാ ഹലോ ഹായ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പുതിയ വീഡിയോ നമുക്ക് യാത്രയാണ്. എവിടെക്കാന്ന് വെച്ചാൽ നമ്മൾ അട്ടപ്പാടിക്കാണ് നമ്മൾ പോകുന്നത്. അട്ടപ്പാടിനെ കുറിച്ചിട്ട് നമുക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട്, ഒരു കാറ്ററിംഗ് ഗ്രൂപ്പിൻ്റെ. പക്ഷെ അതൊരു വേറെ വീഡിയോ ആണ് വരിക. ഇത് അട്ടപ്പാടിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അട്ടപ്പാടിനെ കുറിച്ച് കൂടുതൽ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ വീഡിയോ കൂടെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗി ആസ്വദിച്ച് കാണാം. അപ്പോൾ നമ്മളങ്ങനെ അട്ടപ്പാടിയിലേക്ക് വെച്ച് പിടിക്കാൻ നമ്മൾ മണ്ണാർക്കാട് എത്താനായിരിക്കണം. ആ ചുരത്തിൻ്റെ അവിടെയാണ് നമ്മളുള്ളത്. സ്ഥലത്തിൻ്റെ പേര് അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ കാണാം. അട്ടപ്പാടി വെച്ച് പിടിക്കാം. നമ്മൾ അട്ടപ്പാടി റോഡിലേക്ക് മണ്ണാർക്കാട്ടിൽ നിന്ന് കയറിയപ്പോൾ നോക്കിക്ക് റോഡ് മൊത്തം പണിയാണ്. അവിടെ എപ്പോഴെത്തും നമുക്ക് അറിഞ്ഞൂടാ. നല്ല ലേറ്റ് ആവും. റോഡൊന്നും ഒരു സുഖമല്ല. റോഡ് പണി നടക്കുന്നുണ്ട്. എന്തായാലും 2 മാസം കഴിഞ്ഞാലൊക്കെ സൂപ്പറായിട്ട് നമുക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കണം. നമ്മളെ എത്നിക് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നവധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം എന്നിട്ട് കടയിൽ കയറി നോക്കി. അവിടുത്തെ കട ഒരു ഫുഡൊന്നുമില്ല. അവിടെ ഒന്നുമില്ല ഗൈസ്. മുളരി ഭയങ്കര തെറ്റുള്ള സാധനമാണ്. ഔഷധ ഗുണമുള്ള അരിയാണ്. റേറ്റും ഭയങ്കര ഇരിക്കും. എന്താ എത്നിക് ഫുഡാണ്. എത്നിക് ഫുഡ് പൂട്ടെടുത്തൊക്കെ തന്നെ എല്ലായിടത്തേക്കും തിരിക്കുക. എന്താണ് പൈസയിലാണെങ്കിൽ കണ്ണു കാണാനില്ല. പൂട്ടിയ കടകൾക്കൊക്കെ തിരിക്കുന്നുണ്ട് വണ്ടി. എന്നെ സമ്മതിച്ചേ. അനക്ക് വിശന്നിട്ട് ഭ്രാന്തയിക്ക. ഓ ഇപ്പൊ അങ്ങനൊക്കെ ആക്കിക്കോ. ഈ കടയൊക്കെ ആക്കിക്കോ. അങ്ങനെ ഒരു കടയിലേ ഫൈസൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഫുഡ് ഉണ്ടോയെന്ന് അറിയില്ല. കടങ്ങൊക്കെ ചാടി കിടന്നിട്ട് വേണം കടയ്ക്ക് പോകണമെങ്കിൽ. വണ്ടി ലോക്കാക്കണം ഗൈസ്. നമ്മളിങ്ങനെ പൊറോട്ടയും മുട്ട റോസ്റ്റ്. ബീഫ് ആണെങ്കിൽ മുട്ട റോസ്റ്റാണ്. കല്യാണത്തിനല്ല പോകണമെങ്കിൽ ബീഫ് അടിച്ച് കയറ്റണം. പൊറോട്ടയും മുട്ട റോസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പൊറോട്ട. അതുപോലെ പൊറോട്ടയ്ക്ക് ഒരു ഗ്രേവി തന്നായിരുന്നു, എടുത്തിട്ട് പോയി ഞങ്ങളെന്ന്. ബീഫിൻ്റെ ഗ്രേവി നല്ല രസം, നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ട റോസ്റ്റിനേക്കാളും ടേസ്റ്റ്. സൂപ്പർ, അടിപൊളി. അട്ടപ്പാടി പോകുന്ന റോട്ടിലാണ് നമ്മളുള്ളത്. ബിസ്മില്ല ഹോട്ടൽ അല്ലേ. ഫൈസലിൻ്റെ ഉണ്ട് കേട്ടോ. ഫൈസലാണ് നിൽക്കുന്നത്. ഫൈസലിൻ്റെ ഭയങ്കര ആരാധകർ. കുറച്ച് പഞ്ചസാര കൺട്രോളിങ്ങുള്ളൂ. ഞാൻ മധുരം കുറച്ച് കഴിക്കാറുള്ളൂ. ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നം. നമ്മളങ്ങനെ മുട്ട റോസ്റ്റും പൊറോട്ടയൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡൊക്കെ, കുഴപ്പമില്ല. ഒരു ചെറിയ കടയാണ്. ബിസ്മില്ല. സൂപ്പറാണ് ഫുഡ്. അപ്പം നമുക്കിനി പോലെ അട്ടപ്പാടിയിലേക്ക് പോകല്ലേ. ഫൈസൽ കാർ എടുക്കൂ. നമ്മളങ്ങനെ അട്ടപ്പാടി അഗളി ചുരം അഗളില്ല, ഇത് അട്ടപ്പാടി ഏതാണല്ലോ പറയട വയസ്സില എന്തെങ്കിലുമൊക്കെ. ആഹാ, ഞങ്ങൾ നമ്മളെ ചുരത്തിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് സ്ഥലം. താഴത്തു നിന്ന് നോക്കുമ്പോഴും അതൊക്കെ ഇങ്ങനെ നമ്മൾ ഊട്ടിക്കൊക്കെ പോണ പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്. നമ്മൾക്ക് അങ്ങനെ അട്ടപ്പാടി എത്തിയപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. നമ്മുടെ റജീവ് നടത്തുന്ന ഒരു കാറ്ററിംഗ് നടത്തുന്ന അവരുടെ കല്യാണം. അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അതെല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ ആ കല്യാണത്തിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കുകയാണ്. നമ്മൾ സ്ഥലത്തിൻ്റെ പേര് എന്താണ്? ഈ സ്ഥലത്തിൻ്റെ പേര് കക്കുപ്പടി എന്നുള്ള സ്ഥലത്താണ് മണ്ഡപമുള്ളത്. നമ്മൾ ആ കല്യാണത്തിൻ്റെ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കല്യാണത്തിൻ്റെ ഉണ്ടാവില്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കല്യാണം അറ്റൻഡ് ചെയ്യട്ടെ. നമ്മളിങ്ങനെ അട്ടപ്പാടി എത്തിയപ്പോഴേ ഇവിടുത്തെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ അട്ടപ്പാടി എത്തിയപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയാണ് അവർ. ഇവിടെ ഉണ്ട് വർക്കിനെന്നാണ് ഞാൻ പറഞ്ഞില്ല കല്യാണത്തിൻ്റെ. അപ്പോൾ അവർ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അട്ടപ്പാടിയത്തെ പുഴയും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. വയോ ഫൈസൽ ആരിനോ വേണ്ടി കാത്തിക്കുന്നുണ്ട്. ആരാ കാത്തിക്കുന്നത്? കുളിച്ചീന് കാണാൻ ചെക്കന്മാരാണ്. ഒരു സീനും കിട്ടുക കണക്ക്. Shoot me
എവിടെ പുഴയിൽ വെള്ളം? എന്തേട്ടാ? പിന്നെ മേപ്പട്ടേക്ക് ഒഴുകണോ? നമ്മളങ്ങനെ ഭവാനിപ്പുഴ, അട്ടപ്പാടിയിൽ കൂടെ ഒഴുകുന്ന ഭവാനിപ്പുഴയുടെ തീരത്തല്ല, ഉള്ളിലാണുള്ളത്. നമ്മൾ ഉദ്യാനം ഒഴുകുന്നതാണ് ഈ കാണുന്നതാണ് ഭവാനിപ്പുഴ. തമിഴ്നാട്ടിലേക്കാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഭവാനിപ്പുഴ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുളിക്കുന്നിടത്തേക്ക് പോയി നോക്കാം. കുളിസീന് കാണണ്ട നമുക്ക്. തോഫിക്ക ചാട്, തോഫിക്ക അങ്ങോട്ട് ചാട്, തോഫിക്ക. ഡ്രസ് കോഡോ? അതാ നിങ്ങളെന്താ ഡ്രസ് കോഡോ? പറഞ്ഞ പോലെ തോർത്തുമുണ്ട് 3 വരെ കല്യാണം കൊണ്ട് നടിച്ചു നോക്കിയതാ. ചാടാനാ? ഓഫീസർ ചാടി കുടിക്കും. ആ അത് നമ്മൾ വന്നപ്പോ എന്തോ കളിപ്പിച്ചാണ് നമ്മളെ. ആ മുതലാളി ഒഴുക്കിപ്പെടരുത്. നീന്ത് റജീബ, നീന്ത്. അറിയില്ലേ? പോടാ തോഫീക്ക്. അതാ ഷെഡിൽ നനഞ്ഞ എന്താ കിട്ടപ്പോ? അയച്ചിടുന്ന ഫൈസൽ വെള്ളം കണ്ടപ്പോ ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫൈസലിനെ കാണിക്കാൻ വേണ്ടിട്ട് ചാടിയാ മതി. ചാട്. പ്രകൃതിയെ തഴുകി തലോടി വിടുന്ന വള്ളത്തിൽ ചാടി അറുമതിച്ച് ഫൈസലും കൂട്ടുകാരും. എവിടെ? അത് റോഡാടാ. വൺ റെഡി, 1 2 3. ചാടാൻ വേണ്ടിയിട്ട് ഒരു കയറന്നെ അവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ? ഫൈസിലെ കല്ലിങ്ങനെ അടുക്കി വെക്ക്. അതോ 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. നമ്മൾ അട്ടപ്പാടിൻ്റെ പ്രകൃതി രമണീയമായി പ്രകൃതിയെ തലോടി വരുന്ന പുഴയിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ കുളിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള സെറ്റപ്പിൽ നമ്മൾ വന്നില്ല. ഈ ഒരു നമുക്ക് ഇങ്ങനെ നമ്മൾ ഇതിലുണ്ടായിരുന്നില്ല കുളിക്കണം എന്നുള്ളൊരു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുളിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഡ്രസ്സ് ഇതേ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഇറങ്ങണില്ല. ഇനിയിപ്പോൾ വേറൊരു ദിവസം നമുക്ക് വന്ന് കുളിച്ചർമാദിക്കണം. എന്നിട്ട് ഒരു ദിവസം നമുക്ക് വരാം. ഇത്ര രസമായ സ്ഥലം നോക്കി നോക്കുക. എന്നിട്ട് രസമായിട്ട് ഒഴുകി നിരപ്പരപ്പായിട്ടാണ് ഒഴുകി വരുന്നത്. കൂടുതൽ വള്ളത്തിലൊക്കെ പണ്ട് മറ്റേ ഫ്ലഡ് സമയത്തൊക്കെ അത്രയും ഉയരത്തിൽ വെള്ളം പോയിട്ടുണ്ടെന്ന് നോക്കി നോക്കി കണ്ടറിയുന്നുണ്ട്. കാരണം അവിടെയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. നല്ല ഉരുളം കല്ലുകളും കല്ലുകളൊക്കെ നോക്കി നോക്കും. ഉരുണ്ട് കിടക്കുന്ന കല്ലുകൾ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. പിന്നെ അപ്പുറത്ത് നല്ല രസമുണ്ട്. തേക്കിൻ്റെ ഒക്കെ ഒരു ഫോറസ്റ്റ് പോലത്തെ ഫോറസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇത്? അല്ലേ
ഓക്കെ ഓക്കെ അവർ ചാടുന്നുണ്ട്. എന്തായാലും അവർ ചാടുന്ന വീഡിയോ എടുക്കണം പറയുന്നുണ്ട്. അത് എടുക്കട്ടെ, നമ്മളെന്തായാലും പോയിട്ട് ചാടിക്കോ. 1 2 ഓക്കെ സെറ്റ്. അങ്ങനെ റജീബ് ചാടി, കാറ്ററിംഗ് ഓണറാണ് മൂപ്പര്. അടുത്തത് തൗഫീക്ക്. തൗഫീക്ക് നീന്തലറിയോ? ചാട് പൊട്ട്. ഫൈസല് ചാട്. അതാ ചാട. ആംബുലൻസ് ശ്രദ്ധിച്ചെടുക്കണ തെണ്ടി. അയ്യോ എടാ കയറ് ഉറപ്പുണ്ടോ നോക്കട്ടെ, പൊട്ടണ്ട കേട്ടാ. കാറ്റ് പാറ്റ് പോട്ടെ. കളകളനാഥം ഒഴുകുന്ന ഭവാനി പുഴയിൽ അങ്ങനെ ഞാൻ ഷൂ കൂരിട്ടിട്ടുണ്ട് ഇറങ്ങി. അങ്ങനെ കുറേ നേരമായി നോക്കി നിന്ന് കൊതിച്ച് നിൽക്കുന്നു വെള്ളത്തിൽ ഇറങ്ങണം. എന്തായാലും ഡ്രസ്സ് പോയിട്ട് കുളിക്കാൻ നടക്കൂല, വെള്ളത്തിലൊന്ന് ഇറങ്ങിയിട്ട് കാലെങ്കിലും നനക്കാമെന്ന് വിചാരിച്ച്. ഭവാനി പുഴ, അട്ടപ്പാടി, അഗളി. ഇവിടെ ജീവിക്കുന്നവരൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരായിരിക്കും അല്ലേ. അത് നടന്ന തലയും പൊത്തിയിട്ട് യശോദേ. കാലൊക്കെ പൊളിഞ്ഞിട്ടാ കല്ലിൽ ചവിട്ടിട്ടേ. പഴയ ഓർമ്മകൾ ഇനി മുതോമ്പുറത്ത് വലിക്ക സഹായിക്കണത് നല്ല കനണ്ടത്. നമ്മൾ നേരത്തെ ചാടി തിമിർത്ത് കുളിച്ചാൽ പുഴ അത് നമ്മൾ 3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അതിന് 3 കിലോമീറ്റർ നേരെ മുമ്പിലേക്ക് വന്നപ്പോൾ അഗളി റോഡിൽ വന്നപ്പോൾ, അഗളി ആനക്കട്ടി റോഡ് വരുന്ന സമയത്ത് താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു പാലം, അതിൻ്റെ അടിയിൽ കൂടെ ഹൈറ്റിലൊരു പാലം, അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ ഭവാനി പുഴ ഒഴുകുന്നുണ്ട്. ആൾക്കാർ കുറേ ചാടിയിട്ട് കുളിച്ച് തിമിർത്ത് ആടുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. രസമല്ലേ കാണാൻ. അവിടുന്ന് അവിടെയാണ് നമ്മൾ കുളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തായിരിക്കും നമ്മൾ കുളിച്ചിട്ടുണ്ടാവുക അല്ലേ, ആ അറ്റത്ത്. പൈസയിലൊക്കെ ചാടി മറിഞ്ഞത് അവിടെ ആയിരുന്നു. ചാടി ഊഞ്ഞാടിയിട്ട് ഇതെന്താ ഡാറ്റ്സൺ, ആരാണത് ഇങ്ങനെ ചാടി പോണ ആള്? ഡാറ്റ്സൺ മോഗളി.
ഞങ്ങളങ്ങനെ അട്ടപ്പാടി ചുരം ഇറങ്ങി വന്നു. അപ്പോൾ ബിരിയാണി കഴിച്ചായിരുന്നല്ലോ, ഉച്ചക്ക് ബിരിയാണി കഴിച്ചപ്പോൾ നല്ല ദാഹം. അപ്പോൾ ഒരു നാരങ്ങ സോഡ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് മണ്ണാർക്കാട് എത്തിയുള്ളത്. മണ്ണാർക്കാടേക്ക് എത്താറായിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അട്ടപ്പാടി പോയി. അട്ടപ്പാടിയിട്ടൊരു വ്ളോഗാക്കി അങ്ങനെ കല്യാണം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. കല്യാണത്തിൻ്റെ വീഡിയോ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഞങ്ങളങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയൊക്കെ വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.